നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ കാക്കയൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഫുഡൊന്നും കഴിച്ചിട്ട് ഇരിക്കുന്ന ഭാവമാണ്. ഫുഡ് രാവിലെ റെഡിയായി ഉടക്കിയിരിക്കുക കേട്ടോ. അത് സ്കൂളിൽ പോയി ഇന്നും മടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി ഇന്ന് മേതക്കൂടി രാവിലെ എണീക്കുകയും ചെയ്തു. അപ്പം വന്ന് മമ്മിയുടെ ഫോൺ എടുത്ത് അടിച്ച് മാറ്റി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും. അവരെ കൊണ്ടുപോയിട്ട് വന്ന് കയറിയപ്പോൾ നല്ല മഴ കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല മൂടലാണ്, പക്ഷെ പെട്ടെന്ന് ഇനിയും മഴ പെയ്തു. ചിലപ്പോൾ നിൽക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാം. എന്ത് മീനാണെന്ന് അറിയത്തില്ല. ഇന്നലെ മേടിച്ച സമയത്ത് മീനിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പം മീൻ കറി ഉണ്ടാക്കാം. ഹലോ കുഞ്ഞാപ്പി കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് വരും കേട്ടോ. പിന്നെ കുഞ്ഞാപ്പി ഇനി പിരിയൊക്കെ വരയ്ക്കണം. ഭയങ്കര ഉറക്കമാണ് കുഞ്ഞാപ്പി. അമ്മാമ്മയെ നോക്കുക. അമ്മാമ്മ ഇപ്പം കുഞ്ഞാപ്പിയെ വെയ്യെ വിട്ടിട്ട് പോകാനുള്ള പരിപാടിക്ക്. പക്ഷേ അമ്മാമ്മയെ വിടണമെന്നാണ് കുഞ്ഞാപ്പി പറയുന്നത്. വിടണോ? വേണോ? ചിരിച്ചേ കണ്ടോ, നമുക്ക് താല്പര്യമില്ല അമ്മാമ്മ പോകുന്നതിന്. അപ്പോൾ എൻ്റെ കുഞ്ഞാമ്മ ഉറങ്ങി കേട്ടോ. ഉപ്പ് കത്തി. നമുക്കിനി ചട്ടി വെക്കാം. ചട്ടി ചൂടായിരുന്നില്ലേട്ട് നമുക്കിനി എണ്ണ ഒഴിക്കാം. നമുക്ക് കടുകിടാം. അപ്പോൾ കടുകിട്ടു. അപ്പോൾ മീന് വേണ്ടത് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ചതച്ചിടാം. പിന്നെ ഇഞ്ചി, കരിയാപ്പില, മീൻ. ഇഞ്ചി ഇട്ടു. ഇനി ഉള്ളി ഇടാം. പച്ചമുളക്, കരിയാപ്പില ഇട്ട് കൊടുത്തു. അപ്പം പൊടികളെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കാം. മിക്ക മീൻകറിക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കും, പക്ഷേ ഇന്ന് ഇട്ടില്ല കേട്ടോ. ഇന്ന് മല്ലിപ്പൊടി ഇല്ലാതെ മീൻകറി. ഉപ്പിട്ട് മീനിട്ട് കൊടുക്കാം. അതുതന്നെ മീൻ്റെ തല. മീനെല്ലാം ഇട്ടു. നമുക്കിനി മൂടി വെക്കാം. എന്നെ ഹെൽപ്പ് ചെയ്ത് മൊത്തം മമ്മിയാണ് കേട്ടോ. മമ്മി ഹെൽപ്പ് ചെയ്ത് കുഞ്ഞാൻ വേണ്ടിയിട്ട് മമ്മി ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുക.
മീൻകറി നന്നായിട്ട് ഇന്ന് തിളക്കട്ടെ. കാരണം പെട്ടെന്ന് വരുന്ന മീനാണെന്ന് കണ്ടിട്ട്. അപ്പം ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. നല്ലൊരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം കേട്ടോ. എൻ്റെ ഓമയ്ക്കയൊക്കെ കായ്ച്ചു കേട്ടോ. മുകളിലൊക്കെ പൂവിട്ട് വരുന്നേ ഉള്ളൂ. താഴ്ഭാഗമൊക്കെ ഏകദേശം മൂക്കാറായി. മഴ പെയ്തോടെ എൻ്റെ വാഴ ശരിക്കും താന്നു കേട്ടോ. ചിലപ്പോൾ ഒടിഞ്ഞു വീഴും. കെട്ടി വെച്ചാലും ഒടിഞ്ഞു വീഴുന്നല്ല ഞാൻ പറയുന്നത്. വെളുത്തുള്ളി ഇടാം ഇനി. മമ്മി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബോൺസെടി കേട്ടോ. പൂത്ത് നന്നായിട്ട്. ഏതായാലും ഇത് പച്ചമുളകാണ് തോന്നുന്നു. പച്ചമുളക് കാന്താരി കണ്ടോ, തൈ കേട്ടോ. ഇത് ഈ ഭിത്തിയെക്കൂടെ പടർത്തി വിടുന്ന ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ഇട്ട് തിളച്ചു വന്നു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇന്ന് ചോറിനുള്ള കറികളാണ് വൻപയർ തോരൻ, ബീട്രൂട്ടും ക്യാരറ്റ് ഇട്ട മെഴുക്കുവരട്ടി, മീൻകറി, ചോറ്, മോരുകറി. ഇപ്പം മോര് വയ്ക്കുക. അപ്പോൾ ചോറ് വയ്ക്കട്ടെ. മഴ മാറിയിട്ടൊരു നല്ല മഴയാട്ടോ ഇപ്പോഴും കേട്ടോ. അപ്പോൾ ഇനി മകുതിയെ മേലെ വിളിക്കാൻ പോകണം. അതുകൂടെ ഇരിക്കടാ. ഹായ്, ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നോ? കുഞ്ഞാവ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ കേട്ടോ. ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നു. ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോസൊക്കെ കുറച്ചെടുത്ത് അല്ലേ. അപ്പം മഴയൊക്കെ മാറിയപ്പം അവൾക്കും ഒരിതായി. മൃദുലക്കുട്ടിയേ, മൃദുലക്കുട്ടി, ഹലോ ഹലോ. അവൾ അമ്മാമ്മ ഭയങ്കര എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അവൾക്ക്. വാവേ വാവേ, ഏയ് വാവേ വാവേ. മമ്മിയോട് സംസാരിച്ചോണ്ടിരിക്കുക. മമ്മിയോടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നേ. ഏയ് മൃദുലക്കുട്ടി, മൃദുലക്കുട്ടി.
മേതക്കൂടെ പോയി ഓടിക്കുക, ഓടിപ്പോയി കളിക്കുക. അപ്പോൾ വൈകുന്നേരം നല്ല മഴയായിരുന്നുണ്ടോ, ഞാനും മഹതിക്കുട്ടിയും കൂടെ പോയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. എവിടെ പോവാ? ഓ, വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് സ്കൂളിൽ പോകണം കേട്ടോ. മഴയെല്ലാം മാറി കേട്ടോ. ഇത്ര നേരം നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പം മാറി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.